ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ 2ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച മംഗളവാർത്ത കാലത്തിൻ്റെ 2ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 2ാമത്തെ മംഗളവാർത്തയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനഭാഗത്ത് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് നൽകുന്ന മംഗളവാർത്തയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ മംഗളവാർത്ത സഖറിയായിക്ക് നൽകുന്ന മംഗളവാർത്തയായിരുന്നു. 2ാമത്തെ മംഗളവാർത്തയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ നൽകുന്ന മംഗളവാർത്ത. ഈ മംഗളവാർത്തയുടെ ഈ വചനഭാഗത്ത് 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ 2-3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് മംഗളവാർത്ത അറിയിക്കുകയാണ്. ഈ മംഗളവാർത്തയെക്കുറിച്ച് പറയുമ്പോൾ പാരമ്പര്യം പറയുന്നത് മറിയത്തിന് 2 സ്ഥലത്ത് വെച്ച് മംഗളവാർത്ത നൽകപ്പെട്ടു എന്നാണ്. ആദ്യ സ്ഥലം എന്ന് പറയുന്നത് കിണറ്റിൻകരയാണ്. മറിയം എന്ന പെൺകുട്ടി വെള്ളം കോരാനായിട്ട് കിണറ്റുകരയിലെത്തിയപ്പോൾ അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും മംഗളവാർത്ത നൽകാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഭയവിഹുലയായ മറിയം അത് കണ്ട് ഭയപ്പെട്ട് സ്വന്തം ഭവനത്തിലേക്ക് ഓടുകയായിരുന്നു. എന്നാൽ ദൂതൻ പിന്നാലെ ചെന്ന് മംഗളവാർത്തയുടെ 2ാം ഭാഗം പൂർത്തീകരിച്ചു എന്നൊരു പാരമ്പര്യം പറയുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഈ മംഗളവാർത്തയുടെ സംഭവം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ദൂതന്റെ ആദ്യത്തെ അരുളപ്പാട് മറിയം ശ്രവിക്കുമ്പോൾ മറിയം അസ്വസ്ഥയായി എന്നാണ് വചനം പറയുന്നത്. അസ്വസ്ഥയായ മറിയത്തെ ദൂതൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം മറിയത്തോട് പറയുന്നത്, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. മറിയം ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവദൂതന്റെ പ്രത്യക്ഷപ്പെടലും ദൈവദൂതന്റെ അരുളപ്പാടുമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ മറിയത്തിന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവൾ അസ്വസ്ഥയാകുന്നത്. അപ്പോഴാണ് ദൂതൻ 2ാമത് പറയുന്നത്, മറിയമേ, നീ ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മറിയത്തിന് കുറച്ചുകൂടെ വ്യക്തമായി. പ്രിയമുള്ളവരെ, ഈ കൃപ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു വ്യക്തി സ്വീകാര്യയാക്കപ്പെടുന്ന വലിയ ഒരു അവസ്ഥയാണ്. ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് കൃപ എന്ന് പറയുന്നത്. ഈ കൃപയിൽ മറിയം പാത്രീഭൂതയായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഈ കൃപയിൽ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ആ കൃപയാൽ പൂരിതയായ മറിയം. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊന്ത നമസ്കാരത്തിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഓരോരുത്തരും ഈ കൃപയാൽ നിറയപ്പെടുവാനായിട്ട് മറിയം നമ്മളെ പരോക്ഷമായി ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്ന ദൂതൻ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ കൃപയിലേക്ക് വളരുവാനായിട്ട് സാധിക്കും എന്നതും മറിയം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് നമുക്കും ഈ മംഗളവാർത്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, മംഗളവാർത്തയുടെ ഈ സന്ദേശം സ്വീകരിക്കുമ്പോൾ നമുക്കും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന വ്യക്തികളായി മാറുവാനായിട്ട് പരിശ്രമിക്കാം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നത്.
ഇനി മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണമാണ്. ഏതാണ്ട് 8-9 കാര്യങ്ങൾ ദൂതൻ അതിൻ്റെ 2-ാം ഭാഗത്ത് പറയുകയാണ്. എന്താണ്? അത്യുന്നതന്റെ ശക്തി ഇതിൻ്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, വലിയ കാര്യങ്ങൾ ചെയ്യും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവനേക്കും ഭരണം നടത്തും. ഇങ്ങനെയൊരു 8-9 കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മറിയത്തോട് ദൂതൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അതിൻ്റെ 3-ാം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറിയത്തിൻ്റെ പ്രതികരണമാണ്. മറിയം പറയുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്രയും പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ അവസാനമായി മറിയത്തിന് ഇതൊരു കുറച്ചുകൂടെ ബോധ്യമാകാൻ വേണ്ടി ദൂതൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ബന്ധിയായിരുന്ന അവൾക്ക് ശിശു ജനിക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാൻ എന്ന ശിശു ജനിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് മറിയത്തിന് ദൂതൻ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുകൂടി കേട്ടുകഴിഞ്ഞപ്പോൾ ദൈവിക പദ്ധതിക്ക് പരിപൂർണമായി വിധേയപ്പെടുവാൻ തയ്യാറായ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറിയം ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായും ആമേൻ പറയുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു താഴ്മയാണ്, എളിമയുടെ അടയാളമാണ്, ദൈവഹിതത്തിനുള്ള കീഴ്വഴങ്ങലാണ്. മറിയം നമുക്ക് നൽകുന്ന പാഠം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മംഗളവാർത്തകൾ നൽകപ്പെടാറുണ്ടായിരിക്കാം. പക്ഷെ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് മംഗളകരമാകുന്നത് മറിയം വീണ്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ തയ്യാറായതുകൊണ്ടാണ്. അതേസമയം മറിയത്തിൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി നോക്കുമ്പോൾ ഇതൊരു വലിയ മംഗളകരമായ വാർത്തയേക്കാൾ ഒരു വിഷമം അനുഭവിക്കുന്ന വാർത്തയായിരിക്കാം. കാരണം പ്രതിസുതവരൻ യൗസേപ്പ് താനറിയാതെ ഗർഭിണിയായിക്കട്ട ഭാര്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കാൻ കാരണമായിത്തീരും. അങ്ങനെ ഭർത്താവറിയാതെ ഗർഭിണിയായി കാണപ്പെട്ടാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവൾ വ്യഭിചാരിണിയാണ്. വ്യഭിചാരത്തിനുള്ള ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടലാണ്. ഇങ്ങനെ ഈ വെല്ലുവിളികളൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ മറിയം അതൊന്നും ചിന്തിക്കാതെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ, അതിലുപരിയായി ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി അവള് ആ കൃപയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറുവാനായി സമ്മതം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ചില പ്രതിസന്ധികൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെടുവാനുള്ള എളിമയും ദൈവാശ്രയ ബോധവും കൃപയിലുള്ള ജീവിതം നമുക്ക് ആവശ്യമാണ് എന്ന് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ഈ സദ്വാർത്ത നമുക്ക് സ്വീകരിച്ചുകൊണ്ട് മറിയത്തെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനും ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് എപ്പോഴും ദൈവകൃപയിലായിരിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ കർത്താവായ മിശിഹ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.